ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ ചെടി വിശേഷങ്ങളായിട്ടാട്ടോ വന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഹലോ, തക്കാളി ചെടികളൊക്കെ കണ്ടില്ലേ? മറ്റേ അടയ്ക്കാപ്പഴ മരത്തിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നീണ്ടു പോയി, കായകൾ കുറവാണ്, വരുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കയറും കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കയറുമ്പോൾ കൂടെ അങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. കായകളൊക്കെ ഉണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കുഞ്ഞീത് ആയിട്ടേ ഉള്ളൂ. ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ അറിയണില്ല. ചിലതൊക്കെ കണ്ടില്ലേ? ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അമ്മൂ, ഷേപ്പ് കാണാൻ. ഇത് അല്ലികളായിട്ട് പോലെയാണ് കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ച തക്കാളി നല്ല ഇതാണ്, അല്ലികൾ പോലെയൊന്നുമില്ല. പിന്നെ വേറൊന്ന് മുൻഭാഗത്തുണ്ട് കേട്ടോ, അത് വേറൊരു ഷേപ്പിൽ. ഇത് കണ്ടോ അമ്മു, ചീരത്തൈകൾ എത്രയേതറിയോ? ഇത് എങ്ങനെ ഉണ്ടായിന്നറിയോ? ഇല്ല. ഇത് മഴ പെയ്തപ്പോൾ ഉണ്ടായതാ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അങ്ങനെ ഒരു തൈ ഉണ്ടായിരുന്നല്ലോ. അമ്മ അതിൻ്റെ വിത്ത് പാവിയിട്ടൊന്നുമില്ല കേട്ടോ, വിത്ത് വീണിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും ഉണ്ടാവുന്നൊന്നും കരുതിയിട്ടില്ല അമ്മ കേട്ടോ. ഇത്രയല്ലേ? അപ്പോൾ പ്രാവശ്യം നമുക്ക് ചീര കൂട്ടാൻ, ചീര ഉപ്പേരി, ചീര കട്ട്ലറ്റ്, ചീര ഉണ്ടമ്പരി, ചീരയും കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ ഒക്കെ ഉണ്ടാക്കുക. ലാസ്റ്റ് ചീര കഴിച്ച് ഞങ്ങളെ മടുപ്പിക്കും കേട്ടോ. ചീരക്കറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പുല്ല് പറിച്ച് ക്ലീനാക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു പുഴുവിനെ കണ്ടപ്പോൾ അവിടെ നിർത്തി, ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. പുഴുവിനെ ഭയങ്കര പേടിയാട്ടോ, പാമ്പിനെ പോലും ഇത്ര പേടിയില്ല. ധാര നിഴലപ്പോൾ ഈ കണ്ണ് നടക്കുന്നിടത്തൊക്കെ ചീരയാണ്, അത് എടുത്തതാ. അപ്പോൾ നമ്മുടെ അമരക്ക ഉണ്ടോ, മുരിങ്ങ മരത്തിലേക്ക് കയറിയിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലോ വീഡിയോയിൽ പതിയുന്നില്ല. ചെടികളൊക്കെ എന്താ? ഇത് പൂച്ചെടികളാണ്, ഇത് പുല്ലല്ല. ഇത് മറ്റേ മാങ്ങാനാറിൻ്റെ തൈകൾ നിറയെ ആ വിത്ത് വീണിട്ടുണ്ടായിരിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മ വെണ്ടയ്ക്ക തൈകൾ, വെണ്ടയ്ക്ക പാവിയിട്ട് തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിലത്ത് നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓലയും കൊണ്ടൊക്കെ വെച്ചതാക്കി അതിൻ്റെ നടുവിലൊക്കെ ഇതായിട്ടുണ്ട്, നല്ല ഭദ്രാക്കിയിട്ടുണ്ട്. മറ്റേ ആ പൂച്ചെടികളുണ്ടല്ലോ, അത് നമുക്ക് നല്ല തൈ നോക്കിയിട്ട് ഇത്തിരി കൂടി വലുതാവട്ടെ, ബാക്കിയൊക്കെ പറിച്ച് കളയണം. അപ്പോൾ ഇതിലൊക്കെ കുറേ പൂക്കൾ ഉണ്ടാവില്ലേ? പിന്നെന്താ, ഇതുണ്ടോ ഒരു മുല്ലക്കമ്പ് കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഇവിടെ വെച്ചതാ, മറ്റേന്ന് മുറിച്ചിട്ട്. അപ്പം അതിൽ നിറയെ മുട്ടുണ്ട്. ഒറ്റ കമ്പേ ഉള്ളൂ, അതിൽ നിറയെ മുട്ടുണ്ട്. പ്രാവശ്യം മുല്ല നിറയെ നമുക്ക് ഉണ്ടാവൂല്ലേ, നിറയെ മുട്ടുകളുണ്ട് കേട്ടോ അതിൽ. ഹെയർ ബാൻഡ് പോലെയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ പ്രാവശ്യം മുല്ല നിറയെ വിരിയുന്ന ഒരു ദിവസം ഞാൻ നോസ്റ്റാൾജിയ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പഴയ കുറേ ഓർമ്മകളുണ്ട് ഈ മുല്ലയിട്ട്. കട്ടമുല്ലയാണിത്, ചക്കമുല്ല, കട്ടമുല്ല എന്നൊക്കെ പറയും. ചക്കമുല്ലേ? ഇതിൻ്റെ ഒരു മണം വേറെ തന്നെയാണ്. പിന്നെ മുഴുവൻ ചെടികളുടെ ഒന്നും കാണിക്കണില്ല കേട്ടോ. അത് ഞാൻ ചീരത്തൈകളുടെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തൊരു വീഡിയോ ആണ്, മുഴുവൻ എടുക്കണില്ല. വഴുതനങ്ങയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ജൈവസ്ലറിയുടെ ഒരു മെച്ചാണ് കേട്ടോ. ഇത്രയും കായകളൊക്കെ ഉണ്ടാവണം. ഒന്ന് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതെന്താ? ഇതേ അമ്മ നമ്മൾ നടക്കണ ഭാഗത്തൊക്കെ ചീര നിറയെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ പറിച്ച്, കുറേ ഇനിയുണ്ട്, കുറേയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ കൊടുന്ന് വെച്ചതാണ്. കോളിഫ്ലവർ വളരുണ്ടോ? കോളിഫ്ലവർ അതിൻ്റെ ഉള്ളിലുണ്ടോന്ന് കുഞ്ഞീത് നമുക്ക് കാണുന്നില്ല. ഇനി നമുക്ക് ഈ കേബേജാണ് മുറിച്ചാലോന്നാ അല്ലേ? അന്നത്തെ ഉപ്പേരിക്കായല്ലോ. അതിൻ്റെ അടിയിൽ നിറയെ തൈകളൊക്കെ ഉണ്ട്. അതിലുണ്ടാവുകയാണോ എന്തായാലും അതവിടെ നിർത്തിയിട്ട് നമുക്ക് ചേച്ചിനോടാണ് വീഡിയോ എടുക്കാൻ പറയാണ്. ഇത് മുറിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല വലുതാവും. നല്ല വലുതാവുമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വേറെ വളങ്ങളോ ഇട്ടിട്ടോ ഒന്നും അല്ലല്ലോ, ചെറിയ കേബേജാണ്. ഇപ്പം കോഴി കൊത്തിന്ന് കണ്ട, അതിൻ്റെ മുകൾ ഭാഗത്ത് കോഴി കൊത്തിയേർക്കാണ്. അതാണ് അമ്മ വേഗം തന്നെ അറക്കാന്ന് പറഞ്ഞത്. കണ്ട പുഴു കൊത്തിയല്ല, കോഴി കൊത്തണത് അമ്മ കണ്ടത്. അപ്പോൾ അത് കേടില്ല കേട്ടോ, വേറെ കേടൊന്നല്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ കേബേജ്. അത്ര വലുപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഉള്ളത് നല്ലതാണ്. നമുക്ക് പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ 2 നേരത്തിനുണ്ട്. കേബേജ് പറ്റ കരിഞ്ഞു പോയിട്ടോ. ഇത് നല്ല പോലെ വളർന്നു വന്നിരുന്നു. അതിലത്തെ 2 കരിഞ്ഞു പോയത് ഞാൻ ഇതെങ്ങനെയൊക്കെയോ ഒന്ന് ഉഷാറാക്കി എടുത്തു. അത് പോകാനേ ഞാൻ അയച്ചില്ല. ഒരു തക്കാളിച്ചെടി പറ്റ കരിഞ്ഞു പോയി. ഒറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. വെയിൽ കൊണ്ടിട്ടാണോ എന്തോ, നിന്ന അൽപ്പിൽ കരിഞ്ഞങ്ങോട്ട് പോയി. മാങ്ങാ നിറച്ചെടികളൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.